പണ്ട് മുതലേ ഞാൻ വിജയേട്ടൻ്റെ പാട്ടുകളുടെ വലിയ ആരാധികയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഒരു സെഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പാട്ടുകൾ ഞാൻ നേരത്തെ കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുകയായിരുന്നു. വിജയേട്ടൻ്റെ ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ ഈ പാട്ട് കേട്ടിങ്ങനെ ഒരു സ്വാഭാവിക സഞ്ചാരം ഉണ്ടല്ലോ ഒരു പാട്ടിന്. ആ പാട്ടിൻ്റെ ഈ അവസാനം എത്തുമ്പോൾ ഒരു ചെറിയ ഒരു ട്വിസ്റ്റ്, ഒരു കോംപ്ലെക്സിറ്റി ഉണ്ടാവും ഒരു പാട്ടിന്. ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഒരു പാട്ടിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ ഒരു പോസ് ഉണ്ടാവും. അതായത് മരുവും തീർക്കും പ്രേമം. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ ആ വരി ഇങ്ങനെ എക്കോ ചെയ്യും. അതുപോലെ ഇന്നെഞ്ചും നീലാകാശം, അവിടെയും ഇങ്ങനെ ആ ഒരു വരി ഇങ്ങനെ എക്കോ ചെയ്യും. അത് വിജയേട്ടൻ്റെ ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലെക്സിറ്റി എന്ന് പറയുന്നത് ചാഞ്ഞുറങ്ങണ ചന്ദനവെയിൽ ഞാൻ അലിഞ്ഞൊരു വേളയിൽ പൊന്നരളി പൂവുന്നുള്ളി നിന്നെ ഞാൻ ഓർത്തതല്ലേ, ആ നിന്നെ ഞാൻ ഓർത്തതല്ലേ എന്ന് വരുന്ന ഭാഗത്താണ് ആ കോംപ്ലെക്സിറ്റി വരിക. എന്നാൽ സാധാരണ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ അതൊരു ലൈറ്റ് സോങ് ആയിട്ട് കേൾക്കുള്ളൂ, അത് അങ്ങനെ മനസ്സിലാക്കുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ശൈലി അത് വിജയേട്ടൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ശൈലിയാണോ അതോ പാട്ടിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് വേണം എന്ന് വിചാരിച്ച് തന്നെ കമ്പോസ് ചെയ്യുന്നതാണോ? എല്ലാവർക്കും സന്തോഷം, സ്നേഹം. ഞാൻ അത് കുറേ ഇടക്കാലത്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തു. അതായത് പലരും നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ട്യൂൺ വരുന്നവരുണ്ടാകും, ചിലർ സ്വരങ്ങൾ കോയിൻ ചെയ്തെടുത്ത് ട്യൂൺ ഉണ്ടാക്കും. അങ്ങനെ പല രീതിയിലും കമ്പോസ് ചെയ്യണവരുണ്ട്. ചിലപ്പോൾ ഒരു ഈണമായിരിക്കും ആദ്യം വരുന്നത്. ഇപ്പോൾ രവീന്ദ്രൻ മാഷൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ഈണം അങ്ങോട്ട് പാടുക, അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുക, അതിന് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പം എനിക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഈണം പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 10,000 പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഛായ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സങ്കേതമാണ് ഉപയോഗിക്കാറ്. സ്വരങ്ങൾ വെച്ചിട്ട് കോയിൻ ചെയ്തെടുക്കും പാട്ട്. അപ്പോൾ പൂക്കുവെയിലും മുങ്ങിക്കുളിക്കുവാൻ ആർത്തി തോന്നണ, അപ്പം അങ്ങനെ ആർത്തി തോന്നണ എന്നല്ല, ആർത്തി തോന്നണ ചോലയല്ലേ, ഒരു പസിൽ പോലെ അതിനകത്ത് കോയിൻസ് ഇങ്ങനെ നമ്മൾ വരിശകളൊക്കെ പാടില്ലേ, മനഃപൂർവ്വം മാറിക്കൊണ്ടിരിക്കും. മനഃപൂർവ്വം മാറ്റിക്കൊണ്ട് അങ്ങനെ ചിലപ്പോൾ നാളെ അല്ല അടുത്ത നോട്ട് ഇതാണ് എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതല്ല എന്ന് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ ഒരു ശീലം ആയിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ത്രില്ല് തോന്നാറുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് വരുന്ന ട്യൂണിൽ നമ്മൾ തന്നെ നമ്മുടെ തല ഇങ്ങനെ ഇടപെട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ടത് ഒരു നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇമ്പം വേണമല്ലോ, അപ്പോൾ അത് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ എത്ര പേർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണം ഒരു പാട്ട് അതല്ല പലരും കേട്ടിട്ടില്ലാത്ത പാട്ടാണ്. അപ്പോൾ ഒന്നുറങ്ങി കൺ തുറന്ന് മുന്നിൽ വന്ന് അപ്പൊ നമ്മള് ഇതാണ് അതിന്റെ സ്കെയില്. അപ്പൊ നമ്മൾ ആദ്യം അത് കൺക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവസാനം പറയുള്ളൂ. അതിനു മുമ്പ് ഒന്നുറങ്ങി നമ്മൾ ആദ്യമേ തന്നെ ഓർക്കുന്ന ഒരു ട്യൂൺ ഒന്നുറങ്ങി എന്നാണ്. പക്ഷെ ഒന്നുറങ്ങി, അപ്പൊ അത് ഒരു നോട്ട്, അതെ, വരുന്ന സാധനത്തിന് നമ്മൾ മാറ്റും. ഒന്നുറങ്ങി കൺ തുറന്ന് മുന്നിൽ വന്ന് വരൂക്കുരാതരശ്മി പോലെ എന്ന്, അത് ഒരു ഫുൾ അതിൻ്റെ ഒരു സർക്കിൾ ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം പറയുന്നത് ആദ്യമേ പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല. സോ അത് കൺക്ലൂഷൻ. ഇപ്പോൾ ഉദാഹരണം ദേവരാജൻ മാഷിൻ്റെ ഒരു പാട്ട് ഞാൻ പറയാം. വെണ്ണയോ, ചോദ്യമാണ്, വെണ്ണയോ വെണ്ണിലാവുടഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി, അവിടെ തീർ.
അടുത്തൊരു ചോദ്യം വീണ്ടും കവിതയോ, ചോദ്യമാണ്. കവിയും ഇന്ദ്രജാലമോ തരരരിന്നറ്റിൻഡരരേരി. വീണ്ടും കൺക്ലൂഡ് ചെയ്യാം. അപ്പം അങ്ങനെ അത് ഒരു ഏത് ചോദ്യമാണ് ഫുൾ സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഉത്തരമാണോ ഫുൾ സ്റ്റോപ്പ്, ചോദ്യത്തിന് ഒരു ചോദ്യചിഹ്നമല്ലേ. അപ്പോൾ അത് അങ്ങ് തീർത്ത് കളയരുത് എന്നുള്ളൊരു അത്തരം പാഠങ്ങൾ സ്വരത്തിൽ തന്നെ ഉണ്ട്. നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും അത് സ്വരം ഞാൻ ഉദ്ദേശിച്ചത് മ്യൂസിക്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് ഭാഷയുമായിട്ട് ചേരുമ്പോൾ ആ ഭാഷയോട് നീതി പുലർത്തണം എന്ന് ഉള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ സെഷൻ്റെ സംസാരത്തിന് വേണ്ടിയിട്ട് ഞാൻ വിജയേട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് എന്നെ വളരെ ക്യൂരിയോസിറ്റി തോന്നിയ ഒരു കാര്യമാണ് ഷെൽഫിലിരിക്കുന്ന ശബ്ദ താരാവലി. സാധാരണ ഒരു മ്യൂസിക് കമ്പോസറിൻ്റെ വീട്ടിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ആൻസറിൽ നിന്ന് തന്നെ ഉണ്ട് ഏറ്റവും എത്രമാത്രം ഭാഷയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഭാഷയെ എത്ര കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് വിജയേട്ടൻ. അപ്പോൾ ഇങ്ങനെ ഈ പാട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഈണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇന്നയാൾ ഇതെഴുതിയാൽ നന്നാവും എന്ന് ഒരു ധാരണ, വ്യക്തമായിട്ടൊരു ധാരണ മനസ്സിലുണ്ടാവുമോ? ഞാനങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴുള്ള ഒരുമാതിരി എല്ലാ ലിറിസിസ്റ്റുകളും വിജയേട്ടനുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അധികം വർക്ക് ചെയ്യാത്ത ഒരാളായിരുന്നു അൻവർ അലി സാറ്. അദ്ദേഹത്തെ കൊണ്ടാണ് തങ്കം എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ദേവി നീ എന്നൊരു പാട്ട് ചെയ്യിച്ചത്. അപ്പം അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകൾ അതെങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കവികളെ അല്ലെങ്കിൽ പാട്ടെഴുത്തുകാരെ അവരുടെ പാട്ട് എഴുത്ത് കാരണം ഒരു മുറിയിൽ അടച്ചു പൂട്ടുന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ട്. പക്ഷെ അവരങ്ങനെയല്ല. ശരിക്കും കുറച്ച് അവരുടെ ബുദ്ധി കൊണ്ട് തന്നെ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ നമ്മളുടെ ജീവിത ശൈലിയും നമ്മളുടെ വിശ്വാസ സംഹിതയും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, ഇല്ലെങ്കിൽ അതേ ഉണ്ടാകില്ല. പക്ഷെ എഴുത്തിലും ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി എഴുതുമ്പോൾ അവർക്ക് പരിധിയോ പരിമിതിയോ രാഷ്ട്രീയമോ സ്വത്വബോധം പോലും ഇല്ലാതെ എനിക്ക് തോന്നാറുണ്ട്. അവർക്ക് അത് അഴിച്ചുവിടും. അവരുടെ ഭാഷ, പിന്നെ സമീപിക്കുന്ന വിഷയം, ഇതൊക്കെയാണ് അവർ ആ സമയത്ത് സ്നേഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട്, ഒരു ഭക്തിഗാനം വരുമ്പോൾ നമ്മൾ ഭക്തിഗാനം കുറെ കേട്ടിട്ടുണ്ട് അല്ലേ. ഭക്തരായിട്ടുള്ളവർ എഴുതുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എഴുതി ശീലമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഭക്തിഗാനം, അപ്പോൾ ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞു, അതുപോലെ ശ്യാം പുഷ്കരൻ പുള്ളിയോടും പറഞ്ഞു, നമുക്ക് അങ്ങനെ എഴുതി പ്രകാശിപ്പിക്കാത്ത ഒരാളെ സമീപിക്കാം. ഈവൻ റഫീഖേട്ടൻ പോലും ഇപ്പോൾ 41 സിനിമ അയ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അൻവറേട്ടനെ വിളിക്കാം. അൻവറിനെ വിളിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതെല്ലാം വായിച്ചിട്ടുള്ളതാണ്. വായിച്ചതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ പുള്ളിയെ വിളിക്കാം എന്ന് പറയും. അങ്ങനെ അൻവറേട്ടനെ വിളിച്ച് അൻവറേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ പാട്ടിനെ കുറിച്ച് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ഞങ്ങൾ. ആരായാലും അത്രയും ഒരുപാട് സംസാരിക്കും. അപ്പോൾ ഇപ്പോൾ ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ എന്ത് തരം ഭക്തിയാണ്, ശങ്കരാചാര്യരുടെ കൃതികളെക്കുറിച്ച് സംസാരിക്കും, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച്. അപ്പം അങ്ങനെ നോക്കി വരുമ്പോൾ ആ പാട്ട്, ഇപ്പോൾ ദേവി നീയേ, ധനലക്ഷ്മി നീയേ. അപ്പം ഞാനൊരു ഹുക്കിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഐഗിരി നന്ദിനി എന്ന് പറയുന്ന മഹിഷാസുര മർദിനി സ്തോത്രം, അതിൻ്റെ വെറുതെ ഞാൻ ഹുക്ക് ലൈന്, ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിമോഹിനി വിഷ്ണുനുതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ എന്ന് അത് വെറുതെ പാടി വെച്ചു. അപ്പോൾ ഭക്തിഗാനമാണല്ലോ. അപ്പോൾ അൻവറേട്ടനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫ്രേസ് ഒരുപാട് സിനിമകളിലല്ലാത്തവരും യൂട്യൂബൊക്കെ തുറന്നാൽ റിലീജിയസ് എന്നൊക്കെ അടിച്ചാൽ ആദ്യം വരുന്ന ഇതൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ഇത് വരി മാറ്റാം നമുക്ക്. അപ്പോൾ അതിൻ്റെ മട്ടിൽ നമുക്ക് വരി എഴുതാം. അപ്പോൾ അൻവറേട്ടൻ പറഞ്ഞു ശരി നമുക്ക് എഴുതാം. ഞാൻ
പുള്ളി പറഞ്ഞ എനിക്കിത് ഭക്തി ഒന്നും എനിക്ക് വലിയ ഇതില്ലടാ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും വലിയതില്ല, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സമീപിക്കുന്നത് എന്താണോ അതാണ് നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അത് പ്രതിനിധീകരിക്കുന്ന മൂർത്തിയോ അതിനൊക്കെ അപ്പുറത്തേക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് അതാണ് അതിൻ്റെ സാങ്ക്ടിറ്റിയും അതിൻ്റെ റിലിജിയനും ഡെഡിക്കേഷനും ഡിവോഷനും വർഷിപ്പും എല്ലാം അങ്ങനെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഒരു ഭക്തൻ ഒരു ശ്ലോകം കേൾക്കുന്നതിനേക്കാൾ ഊർജത്തോടെ എനിക്ക് ആ ശ്ലോകം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പദഘടനയാണ് ആണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴേക്കും അപ്പോൾ അൻവറേട്ടൻ ഇത് കണ്ട ഒരു 5 മിനിറ്റ് കൊണ്ട് ഇപ്പം ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിമോഹിനി വിഷ്ണുനുതേ എന്നുള്ള വരിക്ക് പല സുഖ ദുഃഖ പലാശികൾ പടരുമൊരാത്മവനാന്ത വസന്തഋതോ എന്നെഴുതി. അപ്പോൾ അതിൻ്റെ അർത്ഥം പലാശി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് നോക്കില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ശബ്ദധാരാവലി ഒളിച്ച് നോക്കിയപ്പോൾ മരത്തിൻ്റെ ശിഖരങ്ങളാണ്. അപ്പോൾ പല സുഖ ദുഃഖ പലാശികൾ പടരുമൊരാത്മവനാന്ത വസന്ത ഋതോ എന്നാണ്. അപ്പോൾ പല സുഖ ദുഃഖങ്ങളാൽ ഉള്ള ചില്ലകൾ ഉള്ള പടരുന്ന നമ്മളുടെ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലെ വനത്തിൻ്റെ ഉള്ളിലെ വസന്തം എന്ന ഋതുവേ എന്നാണ് ദേവി വിളിക്കുന്നത്. അപ്പോൾ പല സുഖദുഃഖങ്ങൾ ആകുന്ന ശിഖരങ്ങൾ പടർന്നു കിടക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലെ വനാന്തം എന്ന് വനത്തിൻ്റെ നിഗൂഢ വനങ്ങളുടെ ഉള്ളിലെ വസന്തം എന്ന ഋതുവേ എന്ന് ഒരു ദേവിയെ വിളിക്കുന്ന ഏത് കവിയുണ്ട് ഈ ലോകത്ത്? അപ്പോൾ അതിനുശേഷം അതിൻ്റെ അടുത്ത വരി പലവിധ ഭാഗ്യാന്വേഷകർ നിസ്വരമെത്തിന പൊത്തിലെഴും നിധിയേ എന്നുള്ളൊരു അപ്പോൾ പലവിധ ഭാഗ്യാന്വേഷികൾ നിസ്വരും എത്തിന പൊത്തിലെഴും നിധിയെ. പൊത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ദേവത ഇരിക്കുന്ന ഇടത്തിന് പൊത്തെന്നൊന്നും നമ്മൾ വിളിക്കില്ല. പക്ഷെ അതിൻ്റെ സ്വാതന്ത്ര്യം എടുത്തുള്ള ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ അൻവറേട്ടൻ പറഞ്ഞു ഇത് ഗുരുവിൻ്റെ ഇടാ ഈ പ്രയോഗം എത്തിന പൊത്തിലെഴും നിധിയെ എന്ന്. അപ്പോൾ അത് പദം ഇപ്പം നാരായണ ഗുരുവിൻ്റെ ആണെങ്കിലും ഈ പദങ്ങളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഗതി നീയടിയന്നു ഗജത്തയുരിച്ചതു കൊണ്ടുട ചാർത്തിയ ചിന്മയനെ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള പദഘടനയുണ്ടല്ലോ. അത്തരം പ്രയോഗങ്ങളും ഈ റൈമിങ് പരിപാടികളൊക്കെ അത് ആണ് അദ്ദേഹം അഡാപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം അന്വേഷണങ്ങൾ നടക്കും. ഈ എഴുതി ശീലമില്ല എന്ന് പറയും തോറും അവർക്കതൊരു അന്വേഷണത്തിനുള്ളൊരു സ്പേസ് കൂടിയാണ്. അങ്ങനെയാണ് ഈ കവികൾ, ഇപ്പോൾ അൻവറേട്ടൻ മാത്രമല്ല ആരായാലും അവർക്ക് അവർക്ക് പറ്റില്ലെന്ന് മറ്റുള്ളവർ വിധിക്കുന്ന ഒരു കാര്യം വരുമ്പോഴേക്കും, ഇപ്പോൾ ഹരി അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു മുസ്ലിം പാട്ട്, മുസ്ലിം ഭക്തിഗാനം എനിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അത് ആദ്യം അൻവറേട്ടനോടാണ് പറഞ്ഞത്. അതെ അൻവറേട്ടനോടാണ് പറഞ്ഞത്. അപ്പോൾ അൻവറേട്ടൻ പറഞ്ഞ അല്ല, മുസ്ലിം ഭക്തിഗാനം എന്നെ കൊണ്ടെഴുതിക്കണ്ട, അത് നിങ്ങൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ എന്നൊരു കാര്യം ഹരി എഴുതൂ. ഹരി നല്ല സുഖം ആലമീനിതിന്നാദിയോനു ഞാനോതിടുന്നിതാ ത്വാഹ ആദിയായ നിൻ റൂഹിനുള്ളിലെ നീരുത്തുള്ളി ഞാൻ മോല എന്ന് പറയുന്ന ഉഗ്രം പാട്ട് അദ്ദേഹം എഴുതി. അപ്പം അങ്ങനെ മാറി വരുമ്പോഴേക്കും അവർക്കൊരു അന്വേഷണം ഉണ്ടാവും, അവർക്കൊരു വെല്ലുവിളി എന്ന് പറയുന്ന ഒരു സുഖകരമായിട്ടുള്ളൊരു വെല്ലുവിളി ഉണ്ടാവും. അത് എനിക്കും വളരെ എക്സൈറ്റിംഗ് ആണ് പലപ്പോഴും. നല്ല കവികൾ നല്ല സിനിമ പാട്ടെഴുത്തുകാരാവും അല്ലെങ്കിൽ ആവുമോ? അത് ഇപ്പോൾ കവി എന്ന് പറയുന്നത് കൃത്യം ഡെഫിനേഷൻ അതൊക്കെ മാറി വന്നല്ലോ അല്ലേ. പണ്ട് കവികൾ എന്ന് പറയുന്ന ഇപ്പോൾ ഞാനൊരു 2 പേര് എഴുതിയിട്ട് ഞാൻ കവിയാണെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു നിർവചനമില്ല. പിന്നെ കവിക്ക് കവിത്വം എന്ന് പറയുന്നൊരു ക്വാളിറ്റിയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബട്ട്
നമുക്ക് അതിനൊരു നിർവചനം, ഒരു ബെഞ്ച് മാർക്ക്, ഒരു പാട്ട് ചെയ്യുന്ന ഈ രണ്ടുപേര് ചെയ്യുമ്പോൾ ഇവന്റെ മ്യൂസിക് കമ്പോസിങ് കൊള്ളൂല, ഇവന്റെയാണ് നല്ലതെന്ന് പറയുന്ന അതുപോലെ അത്രേ ഉള്ളൂ ഇപ്പൊ നവീന കാലത്ത്. ഞാൻ ഉദ്ദേശിച്ചത് സിനിമാ പാട്ടെഴുത്തെന്ന് പറഞ്ഞ ഒരു കവിതയെക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണല്ലോ ഏറെക്കുറെ. അത് മാത്രമല്ല, നമ്മളൊരു ആശയം മറ്റൊരു ആളുടെ ആശയത്തിൽ പാട്ട് എഴുതി ചേർക്കുന്ന ഇതാണ്. അവന് ഒരു അപരിമേയമായിട്ടുള്ള സ്വാതന്ത്ര്യം കവിക്കില്ല സിനിമയ്ക്ക്. എടുത്തിട്ടുള്ളവരുണ്ടില്ലെന്നല്ല, പക്ഷെ അപരിമേയമായ സ്വാതന്ത്ര്യമില്ല. അത് ഒരു സംവിധായകനോ കഥാകൃത്തോ ഒക്കെ പറയുന്ന ഒരു കാര്യത്തിൻ്റെ മുകളിൽ അദ്ദേഹം എന്താണ് കാണുന്നത് അത് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അത് തന്നെ വലുതും ചെറുതുമായി മാറും, അത് വ്യത്യാസം. പക്ഷെ സിനിമയുടെ പാട്ട് എഴുത്ത് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രൂപകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പ്രത്യേക രൂപമാണ്, കവിതയിലെ തന്നെ മറ്റൊരു രൂപമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ പാട്ടുകളും അല്ല, ബട്ട് ശക്തമായ എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്ലേലിസ്റ്റിലുള്ള വിജയേട്ടൻ്റെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇടുക്കി എന്ന പാട്ടായിരിക്കും. അപ്പോൾ ആ പാട്ട് പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാലക്കാടാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. ആ പാലക്കാട് വെയിലത്തിരുന്ന് കണ്ണടിച്ചാലും ഞാൻ ഇടുക്കിയിലെത്തും, എൻ്റെ വീട് ഇടുക്കിയിലാണ്, അവിടെ എത്തും എന്ന് പറയും. ആ ഒരു സിമിലറായിട്ടുള്ള അനുഭവമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഇപ്പോൾ അത് ഇടുക്കിയുടെ ഒരു ആന്തമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതിൽ ഇടുക്കിയിലെ മഞ്ഞും ആ പച്ചപ്പും ഒക്കെ നമുക്ക് മനസ്സിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള ആ പാട്ടിൻ്റെ ആത്മാവ് പാട്ടിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം നമ്മളൊരു കോറസിലൂടെ, ഇപ്പോൾ ആ പാട്ടിലാണെങ്കിൽ തന്നെ ഈ വിടുത്തേ കാറ്റാണ് കാറ്റ്, അത് പറയുമ്പോഴാണ് ആ ഒരു കോറസ് പോർഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലൂട്ട് പോർഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ പാട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ഒരു കാടിൻ്റെ പാട്ട് പാടുമ്പോൾ ആ കാടിൻ്റെ അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ എന്ത് മാജിക്കാണ് വിജയേട്ടൻ? മാജിക് ഒന്നുമില്ല, അത്തരം മാജിക്കുകളൊന്നും ഇതിലൊന്നും കാര്യമില്ല. ശരിക്ക് അത് എഴുതി കഴിഞ്ഞിട്ട് ട്യൂൺ ചെയ്തതാണ്. അപ്പോൾ ഈ ഇടുക്കി എന്നുള്ള വാക്ക് നമ്മൾ പലവണ കേട്ടിട്ടുണ്ടെങ്കിലും പാട്ടുകളിൽ വന്നിട്ടില്ല, ഇടുക്കിയെ പ്രതിപാദിക്കുന്ന പാട്ടുകൾ വന്നിട്ടില്ല. അപ്പോൾ ഇടുക്കി എന്ന് പറയുന്ന സൗണ്ടിനൊരു ഒരു പെർക്യൂസീവ്നെസ് തോന്നി. അദ്ദേഹം എഴുതിയത് മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി ഇടുക്കി. അപ്പോൾ അതിനൊരു പിസിക്കാറ്റോ പോലെ തതത്ത എന്ന് പറയുന്ന ഒരു താളം, അത് വളരെ കൗതുകമായിട്ട് എനിക്ക്. ഇവളാണ് മിടുക്കി ഇടുക്കി മിടുക്കി എന്ന് പറയുന്ന റൈമിങ്ങും ഒക്കെ വന്നപ്പോൾ എനിക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് ഇടുക്കി എന്നുള്ള ആ ഒരു ഇത് വന്നത്. അപ്പോൾ പിന്നെ അത് രാഗം, അതൊരു രാഗാധിഷ്ഠിതമായിട്ടുള്ളൊരു പാട്ടാണെങ്കിലും ആ ഒരു രാഗം അതിൽ നിന്ന് എടുക്കരുതെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഏത് രാഗത്തിലാണ് ബിലോങ് ചെയ്യുന്നത്? ഇപ്പം ഹരഹരപ്രിയ എന്ന് പറയുന്ന രാഗം എടുത്തേക്കാം. അപ്പോൾ നമുക്കതൊരു മറ്റൊരു വെല്ലുവിളിയാണ്. സോ ഹരഹരപ്രിയ, ഇപ്പം മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഉത്തരാ സ്വയം ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി, ഇങ്ങനെ കിട്ടുന്ന ആ സൗഖ്യം, രാഗസൗഖ്യം അല്ലാതെ ആ രാഗത്തിനെ ഇങ്ങനെ ചെയ്യാമെന്ന് വെറുതെ ചിലപ്പോഴൊക്കെ ആലോചിക്കണം. അങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. അപ്പൊ രാഗത്തിൽ ഇവളാണ് മിടുമിടുക്കി എന്ന് പാടാം അല്ലേ? അപ്പൊ തുതുകുറിഞ്ഞി പൂതിരുകും മൂന്നാറിൻ മണമുള്ള കാറ്റ്, അങ്ങനെ പാടാലോ രാഗത്തിലേക്ക് വരുമ്പോഴേക്കും. അപ്പൊ അത് കാണാമവളെ കേൾക്കാമ, അവിടെ ചെറിയ രാഗ ഫ്ലേവർ വന്നിട്ടുണ്ട്. പെണ്ണ് മറുചിരിയെല്ലാം തരരീര അങ്ങനെ രാഗത്തിൽ നിന്ന് രാഗമല്ലാതെ ആക്കിയിട്ട് ആ പാട്ടിലേക്ക് വരുന്ന. ഇപ്പൊ ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇവിടുത്തെ കാറ്റാടാ കാറ്റ് എന്ന് പറയുന്ന ഒരു അവകാശവാദമാണ് ശരിക്കും ആ വരി. ശരിക്കല്ലേ അതൊരു പോയറ്റിക് വരിയല്ല ശരിക്കല്ലേ, അതൊരു
നമ്മളിപ്പോൾ പറയില്ലേ, എടാ കാറ്റ് വേണേ ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, അറിയോ എന്ന് ചോദിക്കുന്ന അതാണ് അത്. പക്ഷെ അത് ഒരു ക്ലെയിം ആണല്ലോ, ഒരു അവകാശവാദമാണ്. അപ്പോൾ അത് മലയാളക്കരയുടെ മടിശീല അതെ അതെ, നിറയ്ക്കണം അത് അവരുടെ എന്നൊക്കെ പോയട്രിയാണ്. അതിൽ പറയുന്നത് അവിടുത്തെ കാര്യങ്ങൾ കച്ചവടം ചെയ്ത് കേരളത്തിന് കുറച്ച് കാശ് കിട്ടുന്നു എന്നാണ്. അത് പക്ഷെ നമ്മൾ പാട്ടിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി എന്ന്. അപ്പോൾ അങ്ങനെ അതൊരു പോയട്രി എന്ന് പറയുന്നത് അതാണല്ലോ. അതൊക്കെ തന്നെ. ആ പാട്ടൊന്ന് 4 പേര് ഒരുമിച്ച് പാടാം എല്ലാവർക്കും വേണ്ടിയിട്ട്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ഈ ടെക്നോളജി ഇപ്പോൾ നമ്മുടെ മ്യൂസിക്കിലാണെങ്കിൽ ഒരുപാട് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ AI ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ 2015 ഇറങ്ങിയ ലുക്ക ചുപ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഗായകൻ വിവേകാനന്ദൻ്റെ ശബ്ദം മാറ്റിയിട്ട് ഇപ്പോഴും അത് മുരളി ഗോപിയുടെ പാട്ടായിട്ടാണ് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്നത്. ഈ മിഴികളിൽ കണ്ടു പ്രണയമാകും നൊമ്പരം. ഈ പാട്ട് മുരളി ഗോപിയുടെ പാട്ടായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ അന്ന് മുതലേ അത് 2015 അത് ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വിജയൻ ശ്രമിക്കാറുണ്ടോ? അത് ടെക്നോളജി ഇല്ലാണ്ട് ഇപ്പൊ സംഗീതം നടക്കില്ലാത്ത അവസ്ഥയാണ്. പണ്ട് നമ്മള് അതെങ്ങനെയാണ് ചെയ്തതെന്ന് അല്ല, അത് അതല്ല, എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടല്ല. ലുക്കാ ചുപ്പി എന്ന് പറയുന്ന ഒരു സിനിമയിലൊരു പാട്ടുണ്ട്, ഈ മിഴികളിൽ കണ്ടുപോകും. കേൾക്കാത്തവരൊന്ന് ജസ്റ്റ് സമയം കിട്ടുമ്പോൾ കേൾക്കുക. എന്താ വെച്ചാൽ മുരളി ഗോപിയാണ് അത് ഗിറ്റാർ വായിച്ച് പാടുന്നതായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു റിയലിസ്റ്റിക് പ്ലോട്ടിലുള്ളൊരു മൂവിയാണ്. അത് പ്ലേ ബാക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് വരരുതെന്ന് ഡയറക്ടറിനുണ്ടായിരുന്നു. മുരളി ഗോപി അത്യാവശ്യം പാടുകയും ചെയ്യും. പക്ഷേ മുരളിക്ക് ആ സമയത്ത് കുറച്ച് തിരക്ക്, എന്തോ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം വന്നിട്ട് ആ സമയത്ത് പാടാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ആൻഡ് ഇത് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ റസൂലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പാട്ടും കൂടെ മിക്സ് ചെയ്യാനുള്ളൂ. ഞാൻ പല ഓപ്ഷൻസും പാടി ഒരു പ്ലേ ബാക്ക്, നമ്മളൊരു പിന്നണി പാട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മളെന്താ ഒരു പാട്ടുകാരനെ വിളിച്ച് പാടിക്കും, അയക്കും, അങ്ങനെയല്ലേ. പക്ഷെ അവർക്ക് ഇത് മുരളിയുടെ ശബ്ദം തന്നെ വേണം, കാരണം ഒരു ഗിറ്റാറും ഇദ്ദേഹവും മാത്രമേ ഉള്ളൂ. ആ ഗായകനെ കൊണ്ട് പാടിപ്പിക്കുമ്പോഴേ അവരോട് പറഞ്ഞിരുന്നു ആളുടെ ശബ്ദത്തിലല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് മാച്ച് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സൗണ്ട് സിമിലാരിറ്റി, അതുപോലെ നമ്മുടെ ഫേഷ്യൽ ഒരു ഇതുണ്ടല്ലോ സിമിലാരിറ്റി, അവരുടെ സ്വഭാവത്തിൻ്റെ അനാലിസിസ്, ഫോണറ്റിക്സ്, അല്ലെങ്കിൽ അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. സൗണ്ടിൻ്റെ പ്രൊഡക്ഷൻ, അത് അതിൻ്റെ മാച്ച് ചെയ്യുന്നത്, ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ സൗണ്ട്, എവിടെയോ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു പരിപാടി ഞാൻ എൻ്റെ തലയിലിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ഈ മുരളി ഗോപിയുടെ ഒച്ച ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഈ ടോൺ എവിടെയാണെന്ന് ഇങ്ങനെ തലയിലിട്ട് ഇങ്ങനെ ഇത് ചെയ്യാണ്. അപ്പോൾ വിവേകാനന്ദൻ എന്ന് പറയുന്ന നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്, വയലിൻ ഒക്കെ വായിക്കുന്ന നല്ലൊരു സിംഗറും മ്യൂസീഷ്യനുമാണ്. വിവേകാനന്ദൻ്റെ ഒച്ച എവിടെയോ എൻ്റെ തലയിൽ ഇങ്ങനെ വന്നിട്ട് പാടി. വിവേകാനന്ദനെ വിളിച്ച് പാടിച്ചു, ആ പാട്ട് പാടിച്ചു. ബട്ട് അത് പ്രായം വ്യത്യാസമുണ്ട്. ആ പാട്ട് വിവേകാനന്ദന് വളരെ പയ്യനാണ്. മുരളിഗോപിയുടെ സമയത്ത് അങ്ങനെ ഒരു മാറ്റം ഇല്ല, പ്രതീക്ഷിച്ചില്ല. ഞാനത് അയച്ചും കൊടുത്തു, വിവേകാനന്ദന്റെ സോങ് പാടിച്ചിട്ട് അയച്ചു കൊടുത്തു. പക്ഷെ ഞാനത് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് വലിയ മാച്ച് തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ ഇതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൂടി തരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പോയിരുന്നിട്ട്, ഇപ്പം നമ്മൾ പലർക്കും സോഫ്റ്റ്വെയർ ഒക്കെ അറിയുന്നവർക്കുണ്ടാകും, നമ്മൾ ഫോർമെന്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഫോർമെന്റ് ടോണിന്റെ പിച്ച് കറക്ഷൻ പോലെ മറ്റൊരു കാര്യമാണ്. അത് നമ്മുടെ ടോണൽ ടെക്സ്ചർ. ചുരുക്കി പറഞ്ഞാൽ ഒരു പയ്യൻ വയസ്സാകുമ്പോൾ ഒരു ടോണൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അല്ലേ? ഒരു 20 വയസ്സിലുള്ള ഒരു വോയിസ് ആയിരിക്കില്ല
വോയിസ് അത് തന്നെ ആയിരിക്കും. പക്ഷെ 50 വയസ്സാകുമ്പോൾ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കട്ടി, കുറച്ച് ബേസ് ഇതുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച ഇപ്പോൾ നമ്മൾ ശരിയാണോന്നറിയില്ല ശാസ്ത്രീയമായിട്ട്, ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഈസ് എൻ അക്കാഡമീഷ്യൻ. പുള്ളി പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ഠനാളം ഉണ്ടല്ലോ, അത് ഇങ്ങനെ വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ അനാട്ടമി പഠിക്കുമ്പോൾ അറിയാം, ബയോളജിയിലൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഈ വളവ് ചിലരുടെ കൂടുതലുണ്ടാവും. ഈ വളവ് നമ്മൾ സാക്സോഫോൺ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുമല്ലോ. ചില സാക്സോഫോൺ പ്ലെയിൻ ആയിരിക്കും, ചിലത് ഇതായിരിക്കും. ഇപ്പം ടെനർ സാക്സ് ഉണ്ട്, ഓൾട്ടോ സാക്സ് ഉണ്ട്, ബാരിറ്റോൺ ഉണ്ട്. അങ്ങനെ പല സാക്സിൻ്റെ അളവുകൾ വ്യത്യാസം ഉണ്ടാവും. ഒരു ബേസിൽ വായിക്കുന്ന പോലെ ബാരിറ്റോൺ പോലെയുള്ള സാക്സ് ആണെങ്കിൽ അതിൻ്റെ നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഇപ്പോൾ സിനിമയിലൊക്കെ ഇങ്ങനെ ആടി വായിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അതുപോലെയുള്ള അതാണ് നമ്മുടെ കണ്ഠനാളത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ കണ്ഠനാളത്തിൻ്റെ ലെങ്ത്ത് വലുതാവും തോറും ബേസ് കൂടിക്കൊണ്ടിരിക്കും, ചെറുതാവും തോറും ഈ ബേസ് കുറഞ്ഞിരിക്കും. അപ്പം നമ്മൾ യേശുദാസിൻ്റെ അത്രയും ബേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പലരെയും നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റുന്ന നമ്മൾ ടോണൽ ഡിഫറൻസ് വരുത്തുന്ന ഒരു കാര്യമാണ് ഫോർമെൻറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഫോർമെൻറ്റ് ഒരു 5 to 9 പോയിന്റ്സ് ഒക്കെ തത്തിയപ്പോൾ ശരിക്കും മുരളി ഗോപി ടോൺ പോലെ ചെയ്ത് അത്ഭുതകരമായിട്ടുള്ളൊരു ഇതായിപ്പോയി. മുരളി ഗോപി എന്നെ വിളിച്ചത് കേട്ടിട്ട് എൻ്റെ സൗണ്ട് മുറിച്ചെടുത്ത് ചെയ്താണോ ഇത്, എനിക്ക് സംശയമുണ്ട്, എന്താണ് എൻ്റെ ടെക്നോളജി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമ്മളുടെ ഛായ പോലെ പലരും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മൂക്ക് ഇതുപോലെ, കണ്ണിതുപോലെ, അല്ലെങ്കിൽ ഏകദേശം ഒരു അനാട്ടമി, ഒരു മുഖത്തിൻ്റെ ഫേഷ്യൽ ഛായകളുള്ള ഒരു പലരും ഉണ്ടാവും. അത് പല കോണിൽ നമുക്ക് സംശയം, ഇതിപ്പോ കണ്ടിട്ടുണ്ടല്ലോ ഇയാളെ എന്ന് നമ്മൾ തോന്നും. അതുപോലെ സൗണ്ടും അങ്ങനെ നമ്മൾ തേടി പിടിച്ചാൽ പലപ്പോഴും അത് മാച്ച് ആവും. അങ്ങനെ ആകസ്മികമായിട്ട് എന്താ പറയുക, ഫോർച്ചുനേറ്റ്ലി അങ്ങനെ വിവേകാനന്ദനോട് പറയുകയും ചെയ്തു, സിനിമയിൽ വിവേകാനന്ദൻ്റെ സൗണ്ട് വരുന്നത് കുറച്ച് വ്യത്യാസപ്പെട്ടായിരിക്കും, അതുകൊണ്ട് കുറച്ച് പ്രായമുള്ള പോലെ ആയിരിക്കും വരുന്നതെന്ന് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തു. ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ പാട്ടുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പൊതു സ്വഭാവം ഉണ്ടാവും. കുറച്ച് ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ലിറിക്സ് പെട്ടെന്ന് ഈസിലി കൺവേ ആവുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ്, അങ്ങനെ ആ ഒരു ശൈലിയിലുള്ള പാട്ടുകളാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം അത് നമ്മുടെ മലയാളികളുടെ സംഗീത ആസ്വാദനത്തിൻ്റെ പ്രശ്നമാണോ, അതോ സിനിമയിലൊക്കെ പലപ്പോഴും ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇപ്പോൾ? അപ്പോൾ ഈ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് വിജയേട്ടൻ കാണുന്നത്? മാറ്റങ്ങൾ അനിവാര്യമാണ്, അത് ഇപ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ആസ്വാദകർ അതിൽ കൾപ്രിറ്റ്സ് അല്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഒരു 18 to 25 years or 30 years ആണ് ക്രീം ഓഫ് ലിസണേഴ്സ്. ചിലപ്പോൾ സ്പോട്ടിഫൈ ആയാലും അങ്ങനെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അവരാണ്. ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നതും ആദ്യത്തെ ദിവസം ഇടിച്ചു കയറി കാണുന്നതൊക്കെ അവരാണ്. അവർക്ക് ഇന്ന ടേസ്റ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ നമ്മൾ സെർവ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സംവിധായകൻ ആണ്, സംവിധായകൻ എപ്പോഴും പ്രജുഡിസ്ഡ് ആയിരിക്കും. അത് ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ അല്ലാത്തതുമായിരിക്കാം. പ്രജുഡിസ് പലപ്പോഴും അവരെ രക്ഷിക്കും, പലപ്പോഴും അവർക്ക് പണി വാങ്ങും. ഒരേ ശൈലിയിലുള്ള പാട്ടുകൾ അല്ല, അതൊന്നും ഇതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ വേറെ കുറ്റങ്ങളൊന്നും പറയേണ്ടതില്ല. ബട്ട് സംവിധായകര് ആലോചിക്കണം. ഇപ്പൊ മൾട്ടിപ്പിൾ ജോണേഴ്സ് ഉണ്ടല്ലോ, ഹിപ്പ് ഹോപ്പ് അതിലൊരു ജോണറാണ്. അതുപോലെ മെലോഡിക് ഉണ്ട്, മെലങ്കലിക് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ പരിപാടി, ക്ലാസിക്കലുണ്ട്, എന്തൊക്കെയോ ജോണേഴ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ ദേവരായ മാഷിന്റെ പാട്ട് പാടിയപ്പോ ഇവിടെ കൈയടി വന്നില്ലേ, വെറുതെ 2 വരി പാടിയല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ഭാഷ ആൾക്കാർക്ക് ഇഷ്ടം, മനസ്സിലാവും, ഏത് ഭാഷയും മനസ്സിലാവും. ഹിന്ദിയിലെ വിദാക്കരോ ഹിറ്റ് ആവുന്നുണ്ട് ഇപ്പോഴും. അതെ. അപ്പോൾ ജയേട്ടൻ്റെ പാട്ടുകൾ ഇപ്പോൾ കേട്ട് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശൈലി, അല്ലെങ്കിൽ സിംഗിങ്, ഇതെല്ലാം ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പേഴ്സണലി അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വാട്ട് ഈസ് ദ മാജിക്, എന്താണ് ആൽക്കമി, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടുന്നതിൽ എന്താണ് ഒരു ഇത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. പണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ള ഗായകനാണെങ്കിൽ പോലും. അതുപോലെ ആൾക്കാർക്ക് അന്വേഷിക്കാൻ ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ. സോ അത് കേൾക്കുമ്പോൾ അത് കേൾക്കാൻ അവർ തയ്യാറാണ്. സോ
വി ഷുഡ് പ്രൊവൈഡ്, നമ്മൾ കൊടുക്കണം. ഹിപ്പ് ഹോപ്പും കൊടുക്കണം, മറ്റെല്ലാ ജോണേഴ്സും കൊടുക്കണം, ക്ലാസിക്കലും കൊടുക്കണം. ഇത് കാരണം നമ്മളിത് കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളതാണ്. നമ്മൾ തന്നെ പല പരിപാടികൾ സംഘടിപ്പിക്കും. ഇപ്പോൾ കരുണ എന്ന് പറയുന്ന ഇതിപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് യങ്സ്റ്റേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ തനിയാവർത്തനം, ഇപ്പം കച്ചേരിയിൽ തനിയാവർത്തനം കേട്ട് തനിയാവർത്തൻ്റെ ഒപ്പം കൈയടിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ അത് നമ്മൾ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാണ്. അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അതാണ് ഈ അതിനോട് ചേർത്ത് തന്നെ ചോദിക്കട്ടെ, ഈ മാണിക്യച്ചിറകുള്ള എന്ന പാട്ട് ഇടുക്കി ഗോൾഡിലെ അതിറങ്ങിയ സമയത്ത് എനിക്കൊന്ന് 2013-ലോ 2015-ലോ ഒക്കെ ആയിട്ടാണ് ആ പാട്ട് ഇറങ്ങുന്നത്. ഇറങ്ങിയ സമയത്ത് ഇത്രയും ഒരു മാഗ്നിറ്റ്യൂഡിൽ ആ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, പക്ഷേ ഇത്രയും ഒരു മാഗ്നിറ്റ്യൂഡിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഇന്നിപ്പോൾ റീലുകളിലൊക്കെ ഒരുപാട് നിറഞ്ഞിരിക്കുന്നു. ഈ അടുത്തും ടോവിനോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് ഈ പാട്ടിൻ്റെ അകമ്പടിയോടെ ആയിരുന്നു. അപ്പോൾ ഈ സമയത്തും ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേഷനിലും ഇങ്ങനെയുള്ള പാട്ടുകൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പഴയ പാട്ടുകൾ, അന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകൾ ഇങ്ങനെയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇത് വരുമെന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? കൂടുതൽ ആൾക്കാർ കേട്ടാൽ അത്രയും സന്തോഷം. പക്ഷെ അപ്പൊ പലപ്പോഴും അത് സംഭവിക്കാറില്ലെന്നല്ലേ ഉള്ളൂ. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പാട്ടും കുറെ അധികം പേര് കേൾക്കുന്നില്ല എന്നുള്ളത് ആരുടെ പഴിയാണ് എന്നുള്ളതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് കുറച്ച് പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ 10 പേരായിരിക്കും കേൾക്കുന്നത്. അവർ അതിനെ റിവ്യൂ ചെയ്ത് പറയും. ചിലപ്പോൾ മാണിക്യച്ചിറക് അങ്ങനെയാണ്. ആ സമയത്ത് ആൾക്കാരെ കേട്ടു. ബട്ട് അത് ഒരു പൊതു സ്വഭാവത്തിലെത്തിയത് നമ്മളുടെ ഒരു ലൈവ് പരിപാടിയിലൂടെയാണ്, പ്രേമിക്കുമ്പോഴും അതെ. അപ്പോൾ അത് അങ്ങനെയാണ്. ഇപ്പോൾ അത് പാടുമ്പോഴും ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നമ്മളുടെ മുന്നിലൊക്കെ വന്ന് ഇത് പാടാറുണ്ട്. അവർക്ക് ഇതിന്റെ പല വാക്കുകളും തെറ്റിച്ചാണ് പാടുന്നത്. ബട്ട് ദേ ലവ് ഇറ്റ്, അല്ലേ? അതങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ആഷിഖ് റഫീഖേട്ടന് ബ്രീഫ് ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ അത് പഴയ പാട്ടിന്റെ ഭാഷ മതി എന്നുള്ള സ്വാതന്ത്ര്യമാണ് കൊടുത്തത്. അത് ലേറ്റ് 70s നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടു വാഗപ്പൂവിൻ കുട, കണ്ടു മണിയിലഞ്ഞിത്തറകളും, മാനോടുന്നുണ്ടേ തേൻ കൂടും ഉണ്ടേ, അങ്ങനെ കണ്ടു വീശും കാറ്റിൻ വീറും, കണ്ടേ ഇരുളുലാത്തും വഴികളും എന്നൊക്കെ ഉള്ള പാട്ടിപ്പോ എഴുതുവാരെങ്കിലും. സോ അതിനുള്ള സ്വാതന്ത്ര്യം റഫീഖേട്ടന് കിട്ടി. സോ അദ്ദേഹം എഴുതി എന്ത് സംഭവിച്ചു? ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കും അത് ഇഷ്ടമാണ്. ഇപ്പൊ നമ്മളെ അതല്ല വിഷയം, അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. അത്തരം പാട്ടുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ഇതുപോലെ തന്നെ മറ്റു പാട്ടുകൾ പോലെ തന്നെ. കാരണം എൻ്റെ തലമുറയിൽ, ഞാൻ പലപ്പോഴും എൻ്റെ തലമുറയിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ പാട്ട് വരികൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് എനിക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇതായിരുന്നല്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ കേവലമർത്തിയ ഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് നീ എന്നുള്ള പാട്ടിൻ്റെ അർത്ഥം, ഇപ്പോൾ അതിലെ ക്യാരക്ടർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഡം ആൻഡ് ഡെഫ് ആയിട്ടുള്ള. അങ്ങനെ ഒരു കുട്ടിയെ കുറിച്ചൊരു കവിത എഴുതുവാണ് ഈ അല്ലെ നായകൻ. അങ്ങനെ ഒരു പാട്ട് ഈ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേവലമർത്തിയ ഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ്. കേവലമർത്തിയ ഭാഷ, നിസ്സാരമായ മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് നീ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ, ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണ രാജികളില്ലയോ. ഞങ്ങൾ പോലും കേൾക്കാത്ത പാട്ടിൻ്റെ ചില നിറങ്ങളും അതിൻ്റെ രേഖകളും ഇല്ലേ എന്ന്. അന്തരശ്രുസരസിൽ നീന്തിടും ഹംസഗീതങ്ങളില്ലയോ, ശബ്ദസാഗരത്തിൽ അഗാധ നിശബ്ദ ശാന്തതയില്ലയോ, ഇല്ലയോ ഇല്ലയോ കേവല. ഇതാണ്. അപ്പോൾ ശബ്ദസാഗരത്തിന്റെ അഗാധത്തിൽ ഒരു നിശബ്ദ ശാന്തതയില്ലേ? ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? ശബ്ദസാഗരമാണോ നിശബ്ദ ശാന്തതയാണോ എന്നുള്ളത് ചോദ്യം. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ എന്ന് പറയുന്ന കവിതയാണ്. അപ്പൊ അത്തരം അത് ഇങ്ങനെ പറയുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കും.
അപ്പോൾ അത്തരം പക്ഷേ കുട്ടികൾക്ക് ഞാൻ പറയുന്നത് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ബ്രീഫിങ് ആവശ്യമില്ല. ഇപ്പം ഇന്നലെ എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, ഈ എന്തേ കണ്ണന് കറുപ്പ് നിറം അത് ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള പാട്ടാണോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് സംശയം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിൽ ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. കാരണം ഞാൻ ചിന്തിച്ചിട്ടില്ല അത്. കാരണം കറുപ്പ് എന്താണ് എന്ന് ചോദിക്കുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അല്ല, അപ്പം അവൻ പറഞ്ഞു അല്ല, രാധയപ്പോൾ മറുപടി ഓതി ഗോവർദ്ധന ഗിരി അല്ല എന്തോ മറ്റേ കലത്തിലടച്ചപ്പോൾ അതിൻ്റെ കരി പോകേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞവൻ. അപ്പോൾ പിന്നെ കാളിന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാലാണോ ഇപ്പൊ ഇതുകൊണ്ടാണോ നിനക്ക് കറുപ്പ്, എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുന്നത്, അതാണ് അവനെടുത്തത്. അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു, എടാ ശ്യാമരാധേ ചൊല്ലു നീ നിൻ ചുടു ചുംബനമേറ്റതിനാലോ എന്നുള്ള. അപ്പൊ ശ്യാമരാധേ, ഇപ്പൊ രാധയെ കറുത്ത രാധയെന്ന് ആരും വിളിച്ചിട്ടില്ല. സോ അതൊരു ക്വാളിറ്റി ആയിട്ടല്ലേ കവി പറഞ്ഞത്. ശ്യാമരാധേ ചൊല്ലു നീ എന്ന് ചോദിക്കുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരിയാണ്. എന്നാലും ഇങ്ങനൊരു പരിപാടി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ ദേ എക്സ്കവേറ്റ്, ദേ എക്സ്പ്ലോർ. അപ്പോൾ അങ്ങനെ സന്തോഷം തോന്നും നമുക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ. അപ്പോൾ ഇന്നലെ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അപ്പോൾ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയല്ല എൻ്റെ മോൻ പണ്ഡിതനാണെന്ന്. കാരണം അവൻ അത്രയ്ക്ക് ഭാഷാജ്ഞാനമുള്ളവനല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത്. സോ അവൻ പോലും ചോദിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. സോ അങ്ങനെ ഇപ്പോഴത്തെ പുതിയ ജനറേഷന് അന്വേഷണത്വര കൂടുതലാണ്, സ്റ്റുഡിയസ് ആണ്. അവർ പെട്ടെന്ന് പഠിക്കും. എന്നേക്കാൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ ഐക്യു കൂടുതലുള്ള എവല്യൂഷൻ ശക്തമായി സംഭവിച്ചൊരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. സോ അവർ അതിനെ പിന്തുടർന്ന് പോവും എന്ന് ഉറച്ച് വിശ്വസിക്കണ്ടേ. ഈ പാട്ടൊന്ന് മാണിക്യച്ചിറകുള്ള മാറത്ത് കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. ഏഹേ കണ്ടു മലനീര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും, ഓ തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ. താങ്ക് യു. സിനിമയ്ക്ക് പുറത്തും സിനിമേതര സംഗീതത്തിനെയും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് വിജയേട്ടൻ. ഇപ്പോൾ ബോധി സൈലൻസ്കേപ്പ്, അത് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് സോങ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സോങ്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റിംഗ് ടൂള് മാത്രമായിട്ടൊക്കെ സിനിമയിൽ പാട്ട് വന്നു പോവുകയാണ്. ആ ഒരു അവസരത്തിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഇപ്പോൾ ഒരുപാട് സാധ്യതകളില്ലേ? അത് കറക്റ്റായി എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നുണ്ടോ? സാധ്യതകൾ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് മേ ബി ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ കൂടി ഒരു അൺകോംപ്രമൈസ്ഡ് സോങ്ങിന് സ്പേസ് കുറവായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതിനുശേഷം അത് തിരിച്ച് വരും. വീണ്ടും ഒരു നാൾ വരും എൻ്റെ ചുടലപ്പറമ്പിൽ തുടതുള്ളും ഈ ശ്വാന സിംഹാസനത്തെ കടലെടുക്കും എന്ന് പറയുന്ന പോലെ ഒരു ദിവസം വരും, അതിലെൻ്റെ കരളിൻ്റെ സുഗന്ധവും ഊഷ്മാവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ. അതേപോലെ അല്ല അങ്ങനെ ഇതിപ്പം മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ എല്ലാത്തരം പാട്ടുകളും കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇനി വരും. പക്ഷെ പണ്ടും ഇതില്ലായിരുന്നു കേട്ടോ. പണ്ട് ഈ ഓൾഡ് ഈസ് ഗോൾഡ് തീവ്രവാദികളുണ്ടല്ലോ, അത് പണ്ടുണ്ടായിരുന്നു. അത് നമുക്ക് അത്തരം വേദികളും പോകാൻ പറ്റില്ല. നമ്മളെ ചിലപ്പോൾ ഗസ്റ്റായിട്ടായിരിക്കും വിളിക്കുന്നത്, നമ്മളുടെ പാട്ടുകളൊക്കെ കൊന്നു കൊല വിളിച്ചിട്ടായിരിക്കും നമ്മളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ജീവിച്ചിരുന്നു ഒരു സമയത്ത്. ഈ നമ്മൾ ഇൻക്ലൂസീവ്നെസ് കുറവാണല്ലോ പലപ്പോഴും. ഇപ്പം എൻ്റെ സംസാരത്തിലും അത് ചായ വന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് എല്ലാം കേൾക്കണം, എല്ലാത്തിനും കൗതുകമുണ്ട്. എല്ലാരും ചൊല്ലണമൊടി എപ്പോഴും ഞങ്ങൾ വന്നപ്പോൾ അത് കേട്ടോണ്ട് വരായിരുന്നു. സോ അതിൻ്റെ ഒരു തമ്പ് അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. ഇൻഡിപെൻഡന്റ് മ്യൂസിക് വിജയേട്ടൻ ചെയ്തത് തന്നെ ഒരുപാട് ഹിറ്റായിട്ടുള്ള പാട്ടുകളുണ്ട്. ഇപ്പോൾ കയ്യൂരുള്ളൊരു എന്നുള്ള പാട്ട്
എല്ലാ പാർട്ടി ഇതിലൊക്കെ പാടുന്ന ഒരു അവിടെ പാട്ടാണ്. അപ്പൊ ഒരു രാഷ്ട്രീയം വന്നു, അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഗോത്രത്തെ നമ്മൾ അഡ്രസ് ചെയ്താൽ കയറിപ്പോക്കോളും. അതാണ്. അപ്പൊ അത് ഇല്ലാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പതുക്കെ ഈ ബിജേട്ടിൻ്റെ പല കാഴ്ചപ്പാടുകളും ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശന ആ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ കാർഷിക സമരം നടന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരു FB പോസ്റ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലാതെ തൻ്റെ ആർട്ടിലൂടെ, മ്യൂസിക്കിലൂടെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വിജയേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള അതൊരു സാമൂഹിക കാഴ്ചപ്പാടാണ്. ഈ സാമൂഹിക കാഴ്ചപ്പാടിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം ഈ പാട്ടൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. കാരണം എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേരിലേക്ക് എത്തിയാൽ പിന്നെ പോയി, അത് കൈവിട്ടു, പിന്നെ അത് വിടുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയ സങ്കടം വരും. പക്ഷെ അതങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഇതേപോലെ എന്തോ ഇപ്പൊ യേശുദാസ് സാർ പാടും ഇത് എന്ന് പറയുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വലുതാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അദ്ദേഹം ചിലത് ഇങ്ങനെ പറയും, അല്ല ഇതിങ്ങനെയാണ് പാടുന്നത് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പേടിച്ച് ഇങ്ങനെ അനുസരിക്കും. ജയേട്ടൻ അങ്ങനെയല്ല. ജയേട്ടൻ ഇസ് ലൈക്ക് എ ഫ്രണ്ട്. ജയേട്ടനെ ഞാൻ കൂടെ ഇരുത്തിയാണ് പാടിക്കുന്നത്. ഒരു കുട്ടിയെ ഇത് ചെയ്യുന്നത് പോലെ, കെയർ ചെയ്യുന്ന പോലെയാണ് പാടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു. അതിന്റെ തംബ്നെയില് എന്തോ ഇങ്ങനെ യേശുദാസിനെ പോലെയല്ല ജയേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ഇതിന്റെ താഴെ എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിയാണ്, നിനക്ക് എന്തറിയാം യേശുദാസിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളങ്ങനെ അതല്ല, ഈ തംബ്നെയിൽ മിസ്ഗൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒന്നും പറയണ്ട, ആൾക്കാർക്കൊരു വാക്കൊക്കെ മതി, അതങ്ങെടുത്ത് അങ്ങ് ചെയ്തോളും. വെറുതെ ഒരു എന്താ MTയുടെ ഒരു കോട്ട് വായിച്ചല്ലേ, എന്താണെന്ന് അറിയില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയും. അപ്പൊ അതുപോലെ എന്താണെന്ന് അറിയില്ല എനിക്ക് നിന്നെ വളരെ വെറുപ്പാണെന്ന് പറയുന്ന ഒരു എന്താന്ന് അറിഞ്ഞൂടാ എന്ന് പറയില്ല. കയ്യൂരുള്ളൊരു പാടാ. അത് സത്യം പറഞ്ഞാല് അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്, ഇദ്ദേഹം നിൽക്കുമ്പോൾ എനിക്ക് പേടിയാണ് കഴുത്ത് നിർത്താനാണോന്ന്. കയ്യൂരുള്ളൊരു ശരിക്ക് അന്ന് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു 8 പാട്ട് കമ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ട്, ഞാനല്ല, എന്നോട് ലാൽ ജോസാണ്, അദ്ദേഹമാണ് വഴിയാണ് വന്നത്. ലാലുവേട്ടൻ പറഞ്ഞു നീ ഒരു 2 പാട്ട് കമ്പോസ് ചെയ്യൂ. വയലാർ ശരത്ചന്ദ്രവർമ്മ, ശരത്തേട്ടൻ എഴുതും 2 പാട്ട്, ബാക്കി 2 പാട്ട് മോഹൻ സിത്താര, അതുപോലെ അർജുനൻ മാഷ്, അങ്ങനെ 4 പേരൊക്കെയാണ് എഴുതുന്നത്, നീ 2 പാട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തു കൊടുത്തു. ഞാൻ പിന്നെ അത് മറന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുകളായിരുന്നു 2ഉം. ആലപ്പുഴയുടെ തെളിമണ്ണിൽ എന്ന് പറയുന്നൊരു ചുടുചോരപ്പുഴയുടെ അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ കയ്യൂരുള്ളൊരു എന്നുള്ള 2 പാട്ടും ചെയ്തത് ഞാൻ മറന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇത് നടക്കുന്നത് 2007 ഒരു 2012 ആ സമയത്താണ് തോന്നുന്നു. ഇത് ഇറങ്ങിയ ആ സമയത്ത് 2012-13 അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട്, പുള്ളി ഇങ്ങനെ ഒരു കണ്ണൂർക്കാരനാണ്. പുള്ളി പറഞ്ഞു ഈ പാട്ട് ബിജിയേട്ടൻ പാടിയതാണ് എന്ന് പറഞ്ഞു, കേൾപ്പിച്ചു. അപ്പം ഞാൻ ശരിയാണ്, ഇത് ഞാൻ പാടിയതാണ്, ഞാൻ കമ്പോസ് ചെയ്ത് തന്ന് പാടിയതാണ്. അപ്പം ഇത് കണ്ണൂരൊക്കെ പാർട്ടി പരിപാടിയാണ്, ഇത് പാടിക്കാതെ പാട്ടുകാരെ വിടൂല എന്ന് പറഞ്ഞത്. ഇത് യൂട്യൂബിൽ അതെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇടുമ്പോൾ അതിനകത്ത് അഡ്രസ്സിൽ ആരാ ചെയ്തതൊന്നുമില്ല, വെറുതെ ഇട്ടിരിക്കുകയാണ്. കുറേ വ്യൂസും ഒക്കെ ഉണ്ട്. അപ്പം ഇത് ശരി, അതൊരു നമ്മളുടെ പാട്ടല്ലേ, അത് എന്ത് പാട്ടായാലും നമ്മളുടെ ആണല്ലോ. സോ ഞാനത് എൻ്റെ ആണെന്ന് പറയണം, അപ്പോൾ ശരത്തേട്ടൻ്റെ ആണെന്ന് പറയണം. അപ്പോൾ അതിനു വേണ്ടി ഞാനതൊരു വീഡിയോ ഒക്കെ ആക്കി അത് 2ാമത് ചെയ്തു. അച്യുതാനന്ദൻ അദ്ദേഹം അന്ന് ഇലക്ഷൻ സമയം നോക്കിയിട്ട് ചെയ്തതല്ല സത്യം പറഞ്ഞാൽ, പലരും അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താണ്. അദ്ദേഹത്തിന്റെ മകൻ അരുൺ ആണ് ഇത് അന്ന് പാട്ട് ചെയ്യാൻ മുൻകൈ എടുത്തത്. അപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അച്യുതാനന്ദൻ സഖാവിന് വേണ്ടിയിട്ട് ആ പാട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ അദ്ദേഹത്തിനെ അഡ്രസ് ചെയ്തതാണ്. അതിന്റെ വരികളും എനിക്കിഷ്ടം, അതിന്റെ കോയനി. കയ്യൂരുള്ളൊരു സമര സഖാവിന് വിയ്യൂരെന്നൊരു ഭയമില്ല, വയലാറുള്ളൊരു വിപ്ലവമൊട്ടിനെ വയ്യാവേലികളരിയില്ല, കണ്ണൂരുള്ളൊരു കമ്മ്യൂണിസ്റ്റിന്
കണ്ണീരെന്നൊരു വിധിയില്ല, കിടമുള്ളൊരു നെഞ്ചകം ഏറാൻ മൂളിയ കഥയില്ല, ചെങ്കൊടി കയ്യിലെടുത്തവനൊന്നും സങ്കടമിനിയൊരു കയമല്ല, തീയിൽ നിന്ന് കുരുത്തവനല്ലേ, വെയിലേറ്റെന്നാൽ വാടില്ല. ഈ ഷോർട്ട് സ്റ്റോറി ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു, സുന്ദരി എന്ന് പറഞ്ഞിട്ട്. എഡിറ്റിംഗ് ചെയ്തു, പാട്ട് മിക്സ് ചെയ്തു, മാസ്റ്റർ ചെയ്തു, അഭിനയിച്ചു, പാട്ട് എഴുത്ത് ചെറുതായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് സിനിമയുടെ ഒട്ടുമിക്ക മേഖലയിലും വിജയേട്ടൻ പ്രവർത്തിച്ചു. അപ്പോൾ വിജയേട്ടൻ്റെതായിട്ടൊരു സിനിമ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒന്നുമില്ല, നമ്മളുടെ ഒരു സ്വകാര്യമായിട്ടുള്ളൊരു അതിമോഹം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നതാണ്. ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്ക് എടുത്തിരുന്ന് കാണുന്നുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷെ എനിക്കിഷ്ടമാണ് ഈ ചിത്രീകരണം, ഇഷ്ടമാണ് ചിത്രങ്ങൾ, ഇഷ്ടമാണ് ഈ കാണുന്നത്. ഒരു നല്ല സൃഷ്ടി അത് കാണുമ്പോൾ ആ സൃഷ്ടാവ് എന്താണ് ആലോചിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ പാട്ടൊക്കെ പണ്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ശ്യാമമേഘമേ നീ എൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ, പോയി വരൂ. അതെന്തുകൊണ്ട് പോയി വരൂ, പോയിട്ട് വരൂ എന്ന് പറയുന്നത് അത് ONV സാറിൻ്റെ ആവാം, സരിതയുടെ ഇൻ്റലിജൻസ് ആവാം. അപ്പോൾ ദേവസംഗീതം നീയല്ലേ, മുഖരാഞ്ഞാരോ എന്നാ ചോദിക്കുന്നത്. ദേവസംഗീതം നീയല്ലേ, ദേവസംഗീതം നീയല്ലേ, മുഖരാഞ്ഞാരോ എന്ന് ചോദിക്കുന്ന ഡിഫറൻസ്. എങ്ങനെയാണ് ആ ചിന്ത വരുന്നത്? അത് എഴുത്തിൽ വരുന്നതാണോ, ട്യൂണിൽ വരുന്നതാണോ? വെണ്ണയോ ചോദിച്ചതുപോലെ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഇഷ്ടമാണ്. ആ സൃഷ്ടി എന്തിൻ്റെ ഒരു എസ്തെറ്റിക്സ്, ഒരു ലവണ സൗന്ദര്യം, അത് ഇഷ്ടമാണ്. അതിനെ കുറിച്ച് ആലോചിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത്. എൻ്റെ സ്വകാര്യമായൊരു കാര്യമാണ് അത്. നമ്മളുടെ തന്നെ ചാനലിലിടും. ചിലപ്പോൾ ആൾക്കാർ തിരിഞ്ഞു നോക്കില്ല, ചിലപ്പോൾ കുറച്ച് പേര് വീട്ടുകാരും ഒക്കെ കൂട്ടുകാരൊക്കെ കാണും, അത്രേ ഉള്ളൂ. അപ്പം അവസാനമായിട്ടൊരു പാട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വിജയേട്ട പ്രേമിക്കുമ്പോൾ എന്നുള്ള പാട്ട് പാടാം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. ഹൃദയമേ നീ ചഷകമായി നുരയുവതെന്തിനോ, ശലഭമായി ഞാൻ തിരിയിൽ വീഴാൻ ഇടയുവതെന്തിനോ. നിഴലുകൾ ചായും സന്ധ്യയിലാണോ, പുലരിയിലാണോ ആദ്യം കണ്ടു